ഹലോ ഗൈസ്, ഐ എം മനസി. വെൽക്കം ടു എ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന LBSൻ്റെ അടുത്ത അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, പിന്നെ ക്ലാസ്സുകളൊക്കെ എന്ന് തൊട്ട് തുടങ്ങും എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. അല്ലാതെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാതിരിക്കുക. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കറിയാം LBSൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി 28-ാം തീയതിയാണ് നമ്മുടെ കറക്ഷൻ ടൈം വരുന്നത്. നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കവിടെ റിമാർക്സ് കാണിക്കുന്നതാണ്. ആ റിമാർക്സ് കാണിക്കുന്ന കാര്യം ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് ശരിയായിട്ടുണ്ടാവില്ല, അതിൻ്റെ വാലിഡിറ്റി ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിരിക്കും. അതെല്ലാം ചെയ്യാനുള്ളൊരു ടൈം എന്ന് പറയുന്നത് 28-ാം തീയതിക്ക് ശേഷമാണ്. ജൂലൈ 28-ാം തീയതി മുതലാണ്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് എപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഈ ജൂലൈ 28 ജൂലൈ 28 ഈ കറക്ഷൻ ടൈമിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്ന് പറയാനുള്ളത്, എത്ര റാങ്ക് വരെ ഗവൺമെൻറ് കിട്ടും എന്നോട് കുറേ പേര് കമൻറ്റ് ബോക്സ് ചോദിച്ചായിരുന്നു. എത്ര റാങ്ക് വരെ ഗവൺമെൻറ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഒരു 2300 സംതിങ് വരെയൊക്കെ കയറിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഗവൺമെൻറ്റിൽ. ഇനി അറിയില്ല ഈ വർഷത്തെ എന്തോരം കയറുമെന്ന് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ റാങ്കും മറ്റു കാര്യങ്ങളെല്ലാം വരേണ്ടി വരും. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നതാണ് 270 മാർക്കുണ്ട് എനിക്ക്, ഇവിടെ കിട്ടുമോ? 268 മാർക്ക്. ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഞാൻ പറയാം, ഒരു 270-75 കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലായിരിക്കും ഈ 275, 270 ആ ഒരു ഇടയിലുള്ള മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുക മാക്സിമം, എന്നിട്ട് കിട്ടുവാണെങ്കിൽ കിട്ടും. പിന്നെ കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ക്ലാസ്സുകളൊക്കെ എന്നാണ് സ്റ്റാർട്ടാവുന്നതെന്നുള്ളത്. ഇപ്പോൾ 2-3 വർഷമായിട്ട് നവംബറിലാണ് ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ചില സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ നേരത്തെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് അലോട്ട്മെൻറ്റ്സ്, ഇപ്പോൾ ആദ്യത്തെ മെയിൻ അലോട്ട്മെൻറ്റ്സ് കുറച്ച് അലോട്ട്മെൻറ്റ്സ് ആയി കഴിയുമ്പോഴത്തേനും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി അലോട്ട്മെൻറ്റ്സ് എല്ലാം നടക്കുന്നുണ്ടാവാം. അങ്ങനെ ചെയ്യുന്ന കോളേജുകളുണ്ട്. സാധാരണ ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ഒരു ഫസ്റ്റ് വീക്കോട് കൂടെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. പിന്നെ നമുക്കറിയാം, ഇനി കറക്ഷൻ ടൈം കഴിഞ്ഞു, കറക്ഷൻ ടൈം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും തന്നെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഏതൊക്കെ കോളേജുകൾ എങ്ങനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കണമെന്നുള്ളതെല്ലാം റെഡിയാക്കി വെക്കുക. അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര ഹറിബറിയായി പോകും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ PNC മാക്കിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേരുടെ അപ്ലിക്കേഷൻ എന്തൊക്കെയോ റിജക്റ്റ് ആയിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കാണ്. നമുക്കറിയാം ഈ സബ്ജക്റ്റിൽ 50% മുകളിൽ മാർക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അപ്ലിക്കേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത് റിജക്റ്റ് ആവും. മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഇത്രയും സബ്ജക്റ്റിൽ 50% മുകളിൽ മാർക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് PNC മാക്കിൽ അപ്ലൈ ചെയ്ത് അപ്ലിക്കേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. PNC മാക്കിൻ്റെ ഡേറ്റ് ജൂലൈ 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെന്ന് അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.